കൊല്ലം കുളത്തൂപ്പുഴയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. കുളത്തൂപ്പുഴ സ്വദേശിനി രേണുകയാണ് മരിച്ചത്. ഭർത്താവ് സനുക്കുട്ടൻ ഒളിവിലാണ്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് സൂചന. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് കൊലയാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കുളത്തൂപ്പുഴയിലെ വീട്ടിൽ വെച്ച് സനുക്കുട്ടനും ഭാര്യ രേണുകയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിനിടെ ഈ ഭർത്താവായിട്ടുള്ള സനുക്കുട്ടൻ കത്രികയെടുത്ത് രേണുകയെ കുത്തുകയായിരുന്നു. കഴുത്തിലും അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കുത്തേറ്റു. ഈ കുത്തേറ്റ ഉടനെ തന്നെ രേണുക നിലവിളിച്ചു. ഈ സമയം രേണുകയുടെ അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഈ നിലവിളി കേട്ട് പിന്നീട് നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു. നാട്ടുകാർ എത്തിയപ്പോഴേക്കും സനുക്കുട്ടൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് രേണുകയെ കുളത്തൂപ്പുഴ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. അവിടെ നിന്നും പിന്നീട് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് രേണുക മരിക്കുന്നത്. എന്തായാലും കുടുംബ പ്രശ്നമാണ് ഈ കൊലപാതകത്തിന് കാരണമായതെന്ന് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. മുൻപും ഈ സനുക്കുട്ടൻ വീട്ടിൽ വഴക്കുണ്ടാക്കിയിരുന്നു. ഇവർക്ക് 4 മക്കളാണുള്ളത്. ഈ സംഭവ സമയം കുട്ടികൾ സ്കൂളിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കുളത്തൂപ്പുഴ പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഒളിവിൽ പോയിട്ടുള്ള ഈ സനുക്കുട്ടനായി വനമേഖലയിലടക്കം തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ ഈ ഭർത്താവ് സനുക്കുട്ടൻ കസ്റ്റഡിയിലാകുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കൊല്ലം കുളത്തൂപ്പുഴയിലാണ് ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയത്. കുടുംബ പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.